നമ്മളിന്നൊരു ആലു കുൽച്ചയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 500 ഗ്രാം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൗഡർ ഷുഗറും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഒരുപാട് പുളിച്ച് പോയ തൈരാവരുത്. ഒരു മീഡിയം പുളിയുള്ള തൈരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് ഞാനിപ്പോൾ ഇവിടെ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നത് രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിൽ ഒന്ന് ഓയിൽ ആയിരിക്കാൻ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലെല്ലാം ഒന്ന് ഓയിൽ പുരട്ടി കൊടുത്ത് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. ഇപ്പം നമുക്കിത് ഒന്ന് കവർ ചെയ്ത് വേണം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ടത്. അരമണിക്കൂർ സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. നമ്മൾ ആലു കുൽച്ചയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു 2 ബോയിൽ ചെയ്ത ആലു എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 2 പൊട്ടറ്റയും ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിയായി കട്ട് ചെയ്ത ഒനിയനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ ചില്ലി പൊടിയായി അരിഞ്ഞത്, ജിഞ്ചർ പൊടിയായി അരിഞ്ഞത്, ഈ ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് ഈ ചാട്ട് മസാല, വറുത്ത് പൊടിച്ച ജീര പൗഡർ, ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡറാണ്. ഇനി ബ്ലാക്ക് സോൾട്ടും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി നമ്മൾ കൊറിയൻഡർ ലീഫ് പൊടിയായി കട്ട് ചെയ്തതും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മസാലകളെല്ലാം പൊട്ടറ്റയിൽ നന്നായിട്ട് വരത്തക്ക വിധത്തിൽ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കുഴച്ച് ഒന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മൾ മാവ് തയ്യാറാക്കിയത് ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിൻ്റെ കവറൊന്ന് മാറ്റി നോക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് കുറച്ച് ഫെർമെൻ്റായിട്ടും വന്നിട്ടുണ്ട്. മാവൊക്കെ കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്കിത് സെയിം പാർട്ടായിട്ട് ഒരേ വലിപ്പത്തിലുള്ള ബോൾസാക്കി ഞാനിപ്പോൾ ഇത് ഒന്നും മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതേ രീതിയിലൊന്ന് ഞാൻ എടുത്തിട്ട് ചപ്പാത്തിയെക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പത്തിലാണ് നമ്മൾ ഇത് ബോൾസാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കയ്യിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന രീതിയിൽ നല്ല റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഒരു കപ്പിൻ്റെ ഷേപ്പിലൊന്നാക്കി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ കപ്പിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ കയ്യിൽ ഈ നമ്മുടെ വിരലിൻ്റെ തമ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അത് അവിടെ ഇരിക്കും. നമുക്ക് ഇത് ഈസി ആയിട്ട് ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതിന് മുകൾ ഭാഗം നന്നായിട്ട് അങ്ങ് ലോക്ക് ചെയ്യണം. ഈ ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ വേണം ലോക്ക് ചെയ്തെടുക്കാൻ. നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫില്ലിംഗ് എല്ലാം നന്നായിട്ട് ഇരിക്കത്തക്ക വിധത്തിൽ ഉള്ളിൽ തന്നെ ഇരിക്കത്തക്ക വിധത്തിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട്
ഈ റൊട്ടിപ്പലകയിൽ കുറച്ച് പൊടി ഒന്ന് ഡിസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം. നമുക്ക് ചപ്പാത്തിയുടെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിലും നമുക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതേ ഷേപ്പിലാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ നാനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്കതൊന്ന് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതിന് മുകളിൽ ഒരു സെസം സീഡാണ്, ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള കളറിലുള്ള സെസം സീഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൊറിയൻഡർ ലീഫും പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ റൊട്ടി കമ്പൗണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇളകി പോകാതെ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് ചുട്ടെടുക്കാം. ഞാനിത് 2 രീതിയിലും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു സ്റ്റീം ചെയ്ത് ആണ് ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു തവയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബോയിൽ ആയതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ കുൽച്ച ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തവ കവർ ചെയ്ത് വെച്ച് കൊടുക്കണം. ആ സ്റ്റീമിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ആ വെള്ളം നന്നായി വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നത് കാണാം. ഇവിടെ നമ്മൾ പൊങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് തവയൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് അടപ്പ് തുറന്ന് ഇതിന് മുകളിൽ നമ്മൾ ബട്ടറോ ഗീയോ പുരട്ടി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. 2 സൈഡിലും നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ നോർമൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ തവയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. നമ്മൾ തവയിൽ ചുട്ടെടുക്കുന്നതാണ്. മറ്റേത് തവ തണുക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. നല്ല ടേസ്റ്റാണ്, നല്ല മണവും വരുന്നുണ്ട്. നല്ല ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ നല്ലൊരു മണം കിട്ടുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഞാൻ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് കറിയൊന്നും പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.